വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീതിമാനാകും താതാ, യേശുവിൻ സ്നേഹതാതാ, വിശുദ്ധനാകും യോസേപ്പേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനും യേശുവിൻ്റെ വളർത്തുപിതാവുമായ യോസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഗോളസഭയിൽ മാർച്ച് 19-ാം തീയതി ആഘോഷിക്കുകയാണ്. ആ യോസേപ്പ് പിതാവിനെക്കുറിച്ചുള്ള ചില ചിന്തകളിലൂടെ ഈ സന്ധ്യകളിൽ നമ്മൾ കടന്നു പോവുകയാണ്. യോസേപ്പ് എന്ന വാക്കിന് തന്നെ ഒരർത്ഥമുണ്ട്. വളർത്തുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബൈബിളിലെ ഓരോ പേരിനും അതിൻ്റേതായ അർത്ഥമുണ്ട്. കായേൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങൾ സമ്പാദിച്ചു. ഇസ്മായേൽ ദൈവം നിലവിളി കേട്ടു. ഇസഹാക്ക് അവൻ ചിരിക്കുന്നു, ചിരിപ്പിക്കുന്നു. തോമസ് ഇരട്ട. തദ്ദേവൂസ് നെഞ്ചറപ്പുള്ളവൻ. ജേക്കബ് കാലെ പിടിച്ച് വലിക്കുന്നവൻ. ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. യോസേപ്പ് പിതാവിൻ്റെ യോസേപ്പ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ വളർത്തുന്നവൻ. പഴയ നിയമത്തിൽ ഒരു പൂർവ്വ യോസേപ്പുണ്ട്. യാക്കോബിൻ്റെ 12 മക്കളെയും വളർത്തി സംരക്ഷിച്ചവൻ. അപ്പോൾ ഇവിടെ തിരുകുടുംബത്തിൽ യോസേപ്പ് പിതാവ് ഉണ്ണിയേശുവിനെ വളർത്തുവാൻ ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു കുടുംബനാഥൻ. യോസേപ്പ് പിതാവിൽ ഒരുപാട് ഗുണഗണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം. ഇന്ന് ഒന്നാമത്തെ ഈ ദിവസത്തിലെ ധ്യാനചിന്തയിൽ വിശുദ്ധ യോസേപ്പിലെ 2 ഗുണങ്ങളെ നമ്മൾ എടുത്ത് ധ്യാനിക്കുന്നു. 1 നീതിമാനായ യോസേപ്പ്, 2 തൊഴിലാളി മധ്യസ്ഥനായ യോസേപ്പ്. യോസേപ്പ് പിതാവിൻ്റെ ഒരുപാട് ഗുണഗണങ്ങളെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാരും സഭാ പാരമ്പര്യങ്ങളിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇന്ന് അതിലെ 2 മൂല്യങ്ങൾ നമ്മൾ എടുക്കുകയാണ്. 1 നീതിമാനായ യോസേപ്പ്, 2 തൊഴിലാളി മധ്യസ്ഥനായ യോസേപ്പ്. യോസേപ്പ് പിതാവിനെക്കുറിച്ച് പറയുന്നു, അവൻ നീതിമാൻ ആകയാൽ മറിയത്തിന് പേരുദോഷം വരാതെ അവളെ രഹസ്യത്തിൽ അവൻ സ്വീകരിച്ചു. അവൻ നീതിമാൻ ആകയാൽ. എന്താണ് നീതി? യഹൂദ പാരമ്പര്യത്തിലെ നീതി എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവന് ശിക്ഷ, നന്മ ചെയ്തവന് അർഹിക്കുന്ന നന്മയുടെ പ്രതിഫലം. ഇതായിരുന്നു പഴയ നിയമത്തിലെ നീതി. ഹമ്മറാബിയുടെ പഴയകാല നിയമസംഹിതകളിൽ പറയും, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇതാണ് അന്നത്തെ നീതി. ഒരാളുടെ ഒരു കണ്ണെടുത്താൽ അവൻ്റെ അതേ കണ്ണ് തിരിച്ചെടുക്കുമ്പോൾ നീതി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അവളുടെ യേശു പറയുക, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ദ്രോഹിക്കുന്നവരോട് നിരുപാധികം ക്ഷമിക്കുവിൻ. അപ്പം നീതി എന്ന് പറഞ്ഞാൽ അർഹതയുള്ളവർക്ക് അർഹിക്കുന്നത് കൊടുക്കുന്നത് നീതി. അനീതി എന്ന് പറയുന്നത് അർഹതപ്പെട്ടതും കൂടെ പിടിച്ചു വെക്കുന്നത് അനീതി. ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് അതിന് ആനുപാതികമായി കൂലി കൊടുക്കാതെ ആ പണം ഉടമസ്ഥൻ പിടിച്ചു വെച്ചാൽ അത് അനീതി. ഒരാൾ നല്ല പ്രതിഫലം മേടിച്ച് പണിയെടുത്തിട്ട് മേടിക്കുന്ന കാശിന് ആനുപാതികമായ പണി ചെയ്തില്ലെങ്കിൽ അത് അനീതി. നീതി എന്ന് പറയുന്നത് അർഹിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. കുടുംബത്തിൽ ഭാര്യയ്ക്കുള്ളത് ഭാര്യയ്ക്ക്, ഭർത്താവിനുള്ളത് ഭർത്താവിന്, പ്രായമായ മാതാപിതാക്കൾക്കുള്ളത് മാതാവിന്, മാതാപിതാക്കൾക്ക്, മക്കൾക്കുള്ളത് മക്കൾക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അത് നീതി. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസണുള്ളത് സീസണിനും കൊടുക്കുന്ന ഒരു നീതി. എന്നാൽ സ്നേഹമെന്ന് പറയുന്നത് നീതിക്ക് അപ്പുറത്തേക്കുള്ള ഒരു വളർച്ചയാണ്. നീതിക്ക് അപ്പുറത്തേക്കുള്ള ഒരു വളർച്ച. അതുകൊണ്ടാണ് യോസേപ്പ് പിതാവിൻ്റെ നീതി എന്ന് പറയുന്നത് തനിക്ക് അർഹിക്കുന്നതും കൂടി ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. തനിക്ക് അർഹിക്കുന്നത് യോസേപ്പ് പിതാവിന് പിടിച്ചു വെക്കാം. പക്ഷെ പിടിച്ചു വെക്കുന്നതിന് പകരം തനിക്ക് അർഹിക്കുന്നതും കൂടി
ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കുന്ന യോസേപ്പിൻ്റെ നീതിബോധമാണ് നമ്മൾ കാണുക. നീതിമാനായ യോസേപ്പ് ഒന്നും നിഷേധിച്ചില്ല, മറിയത്തിലുള്ളത് നിഷേധിച്ചില്ല, യേശുവിനുള്ളത് നിഷേധിച്ചില്ല. പൂർണ്ണമായ ഒരു നീതിബോധത്തിൻ്റെ ഒരു വലിയ മനുഷ്യൻ. എന്താണ് നീതി എന്നതിൻ്റെ മാനദണ്ഡം പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 15, കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കറ കൂടാതെ ജീവിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനും അന്യായ പലിശ മേടിക്കാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും അവനാണ് യഥാർത്ഥത്തിൽ തമ്പുരാൻ്റെ കൂടാരത്തിൽ വസിക്കുക. ഈ ഗുണഗണങ്ങളെല്ലാം യോസേപ്പ് പിതാവിൽ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുവാനുള്ള സമസ്ത യോഗ്യതകളും യോസേപ്പിൽ ഉള്ളതായി നമ്മൾ കാണുന്നു. കറ കൂടാതെ ജീവിച്ചവൻ, ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ കളങ്കമില്ലാത്ത മനുഷ്യൻ. വാക്കുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല, ചിന്തയിൽ തിന്മ സൂക്ഷിച്ചിട്ടില്ല, പ്രവൃത്തിയിൽ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇത് യോസേപ്പ് പിതാവിലുള്ള നീതിയുടെ ഒരു ലക്ഷണമായി നമ്മൾ കാണുകയാണ്. കറകൂടാതെ ജീവിക്കുന്നവൻ, ഹൃദയത്തിൽ സത്യമുള്ളവൻ, സത്യത്തെ മുറുകെ പിടിച്ച യോസേപ്പ് പിതാവ്, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവപ്രമാണങ്ങൾ പാലിച്ച് കടന്നുപോയ യോസേപ്പ്, എല്ലാവിധത്തിലും നീതിയുടെ മനുഷ്യനായിരുന്നു വിശുദ്ധ യോസേപ്പ്. നമുക്കറിയാം, പഴയ നിയമമൊക്കെ പറയുന്നുണ്ട്, ലോകം നിലനിൽക്കുന്നത് നീതിമാന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൽ അബ്രാഹം ദൈവത്തോട് പറയുന്നുണ്ട്, ഒരു 40 നീതിമാന്മാരുണ്ടെങ്കിൽ സോദോമിനെയും ഗൊമോറായെയും നീ ദഹിപ്പിക്കുമോ? ദൈവം പറഞ്ഞു, ഇല്ല. 30 ആയാലോ ഒട്ടുമില്ല, 20 ആയാലോ തീർത്തുമില്ല, 10 പേരാണെങ്കിലോ തീർച്ചയായും ഞാൻ നശിപ്പിക്കുകയില്ല. അപ്പം നീതിമാന്മാർ ലോകത്തിലുണ്ടെങ്കിൽ ദൈവം ലോകത്തെ നശിക്കാതെ കാത്തുകൊള്ളും എന്നാണ് പറയുക. നമ്മൾ വലിയ തീവണ്ടി പോകുന്ന കണ്ടിട്ടുണ്ട്, വലിയ ട്രെയിൻ. ആ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ 1000 പേര് ഒരുമിച്ച് വലിച്ചാലും ആ തീവണ്ടി നിർത്താൻ പറ്റുകയില്ല. പക്ഷേ അതിൽ ഒരു ചെറിയ ചങ്ങലയുണ്ട്, അതിൽ പിടിച്ച് വലിച്ചോ ആ നിമിഷം തീവണ്ടി നിർത്തി കിട്ടും. ലോകത്ത് ലോക നേതാക്കന്മാരും രാജ്യ നേതാക്കന്മാരും ഒക്കെ ബോംബ് ഭീഷണിയും ഒക്കെയായിട്ട് രാസായുധങ്ങളും പലതും പറഞ്ഞ് ലോകത്തെ പേടിപ്പിക്കുമ്പോൾ ലോകമെന്ന തീവണ്ടി നിയന്ത്രിക്കാൻ, പിടിച്ചു നിർത്താൻ ദൈവം അയക്കുന്നു ഒരു ചങ്ങല പോലെ ഒരു നീതിമാനായ വിശുദ്ധ യോസേപ്പിനെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറയുന്നു, ഈ നീതിയുടെ മനുഷ്യരായി നമ്മൾ ജീവിക്കണം. യോസേപ്പ് പിതാവ് പഠിപ്പിക്കുന്ന ഭാഗം അതാണ്. കുടുംബത്തിൽ ഒരു നല്ല ഭർത്താവായി ഭാര്യയോടും മക്കളോടും നീതി കാണിക്കുന്ന കുടുംബനാഥനാവുക. ഒരു നല്ല ഭാര്യയായി ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും നീതി കാണിക്കുന്ന ഒരമ്മയാവുക. ഒരച്ഛനായി, സിസ്റ്ററായി, സഭയിൽ, സമൂഹത്തിൽ നീതിയോടെ പ്രവർത്തിക്കുന്ന സമർപ്പിത വ്യക്തിത്വങ്ങളായിട്ട് മാറുക. ഈ നീതി 3 തലത്തിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. 1, ദൈവത്തോടുള്ള നീതി. 2, എന്നോട് തന്നെയുള്ള നീതി. 3, മനുഷ്യരോടുള്ള നീതി. 4 പറയാം, ഇതിൻ്റെയൊക്കെ പ്രതിഫലനമായി പ്രകൃതിയോടുള്ള നീതി. അപ്പം നമ്മൾ നീതിമാനായ യോസേപ്പിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ നീതിയുടെ മനുഷ്യരായി നമ്മൾ മാറണം. ആരോടൊക്കെ നീതി കാണിക്കണം? ദൈവത്തോട് നമ്മൾ നീതി കാണിക്കണം. പ്രാർത്ഥിക്കണം, ദൈവവചനം നമ്മൾ വായിക്കണം, വിശുദ്ധ കൂദാശകളിലൂടെ നമ്മൾ കടന്നു പോകണം. സത്യവും സനാതന മൂല്യങ്ങളും നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ദൈവത്തോട് നീതിയുള്ള മനുഷ്യരായി നമ്മൾ മാറുന്നു. ദൈവമാണ് എനിക്ക് 2 കണ്ണ് തന്നത്, ഈ 2 കണ്ണുകൾ കൊണ്ട് ഞാൻ നന്മ കാണണം. ദൈവമാണ് എനിക്ക് 2 കാതുകൾ തന്നത്, ഈ 2 കാതുകൾ കൊണ്ട് ഞാൻ നന്മ കേൾക്കണം. ദൈവമാണ് എനിക്കൊരു ഹൃദയം തന്നത്, ഈ ഹൃദയത്തിൽ ഞാൻ നല്ലത് ചിന്തിക്കണം. ദൈവമാണ് എനിക്ക് 2 കരങ്ങൾ തന്നത്, ഈ കരങ്ങൾ കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യണം. ദൈവമാണ് എനിക്ക് 2 പാദങ്ങൾ തന്നത്, ഈ പാദങ്ങൾ കൊണ്ട് നന്മയുടെ വഴിയിൽ, സുവിശേഷ വഴികളിൽ ഞാൻ യാത്രയാകണം. ഇത് നീതിയാണ്, ദൈവത്തോട് കാണിക്കുന്ന നീതി. എനിക്ക് അസ്തിത്വം തന്ന, എനിക്ക് ജീവിതം തന്ന, എനിക്ക് ജീവിത സൗകര്യങ്ങളും സംവിധാനങ്ങളും തന്ന ആ ദൈവത്തോട് ഞാൻ നീതിയുള്ള മനുഷ്യനായിട്ട് ജീവിക്കണം. 2, എന്നോട് തന്നെ ഞാൻ നീതി കാണിക്കണം. എൻ്റെ ശരീരത്തെ ഞാൻ വിശുദ്ധമായി സൂക്ഷിക്കണം. എൻ്റെ വാക്കുകളെ ഞാൻ നിയന്ത്രിക്കണം. മദ്യം, മയക്കുമരുന്ന്, പുകവലി, ജഡികാസക്തി, വിഷയാസക്തി ഇതിനടിമപ്പെട്ട് എൻ്റെ ശരീരത്തെ ഞാൻ മലിനമാക്കരുത്. എൻ്റെ ഹൃദയത്തെ ഞാൻ മലിനമാക്കരുത്. കള്ളുകുടിച്ചും പുകവലിച്ചും മയക്കുമരുന്ന് കഴിച്ചും എൻ്റെ ആരോഗ്യത്തെ ഞാൻ നശിപ്പിക്കരുത്. ദൈവം തന്ന ഒരായുസ്സാണ്. ഈ ആയുസ്സിനെ ഞാൻ നന്മയോടെ സൂക്ഷിക്കണം. എന്നോട് തന്നെ നീതി.
കുടിച്ച് ദേഹവും ഉണങ്ങി രോഗവും വരുത്തി വെറും പുഴുവിനെ പോലെ എഴയുന്ന മനുഷ്യരെ കാണാം. എന്നോട് തന്നെ കാണിക്കുന്ന അനീതിയാണ്. ആത്മഹത്യ അത് അനീതിയാണ്. മദ്യപാനം അനീതിയാണ്. അപ്പോൾ ജീവിതത്തിൽ അനീതിയുടെ മേഖലകൾ എന്തെല്ലാം ഉണ്ടോ എന്നോട് തന്നെ കാണിക്കുന്ന അനീതി, അതിൽ നിന്നും ഞാൻ മാറണം. ഇപ്പോൾ 1 ദൈവത്തോടുള്ള നീതി, 2 എന്നോട് തന്നെയുള്ള നീതി, 3 മറ്റ് മനുഷ്യരോടുള്ള നീതി. പരദൂഷണം പറയുക, പേര് നശിപ്പിക്കുക, സൽപ്പേര് നശിപ്പിക്കുക, ദ്രോഹിക്കുക, പീഡിപ്പിക്കുക, ഭാര്യയെ അടിക്കുക, ഭർത്താവിനെ തൊഴിക്കുക, മക്കളെ അനാവശ്യമായിട്ട് ശിക്ഷിക്കുക, ബഹളം വെച്ച് നാട് നീളെ അലമ്പ് നടക്കുക, ഇതെല്ലാം മനുഷ്യനോട് കാണിക്കുന്ന അനീതിയാണ്. അപ്പോൾ ദൈവത്തോട് നീതി കാണിക്കണം, എന്നോട് തന്നെ നീതി കാണിക്കണം, മനുഷ്യനോട് നീതി കാണിക്കണം. ഇതിൻ്റെയൊക്കെ ഒരു ബാക്കിയായിട്ട് 4മതൊരു തലമാണ് പ്രകൃതിയോടും നമ്മൾ നീതി കാണിക്കണം. പ്രപഞ്ചത്തോട് പ്രകൃതിയോട് നമ്മൾ നീതി കാണിക്കണം. മരമെല്ലാം വെട്ടിമുറിച്ച് നശിപ്പിക്കുന്നവർ പ്രകൃതിയോട് അനീതി കാണിക്കുന്നു. മഴക്കാലത്ത് വൃക്ഷത്തിൻ്റെ വേരുകളാണ് വെള്ളം ശേഖരിച്ച് പിന്നീട് വേനൽക്കാലത്ത് ഉറവയായിട്ട് കൊടുക്കുക. ഈ ഉറവക്കണ്ണികൾ ചുരത്താനുള്ള സാധ്യത മരങ്ങൾ മുറിപ്പിക്കുമ്പോൾ നമ്മൾ നശിപ്പിക്കുന്നു. സകല മുറ്റങ്ങളും ടൈൽസ് ഇട്ട് കോൺക്രീറ്റ് ഇട്ട് നമ്മൾ മിനുസപ്പെടുത്തുമ്പോൾ നമ്മൾ അനീതിയാണ് കാണിക്കുക. വെള്ളം താഴാനും ഭൂമിയിൽ വെള്ളം താഴാനുള്ള അവസ്ഥ പ്രകൃതിയിൽ നിന്ന് നമ്മൾ മുറിച്ചു മാറ്റുന്നു. ഫ്ലാറ്റുകൾ പണിത് കൂട്ടുമ്പോൾ നമ്മൾ പ്രകൃതിയോട് അനീതി കാണിക്കുന്നവരാണ്. ഉറവക്കണ്ണികൾ അടയുന്നു, തണ്ണീർ തടാകങ്ങൾ ഇല്ലാതാകുന്നു, നെൽവയലുകൾ നികത്തപ്പെടുന്നു, പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റുകയാണ്. മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റുമ്പോൾ, എല്ലായിടത്തും ടൈൽസ് ഒട്ടിച്ച് തറ മുഴുവൻ കോൺക്രീറ്റ് ചെയ്യുമ്പം, ഇവിടെയൊക്കെ നമ്മൾ അറിയാതെ പ്രകൃതിയോട് അനീതി കാണിക്കുമ്പോൾ പിന്നീട് വരൾച്ച, ചൂട്. ആൾക്കാർ പറയും എന്തോ ഒരാവിയ. ഞാൻ തന്നെയാണ് ആവി ഉണ്ടാക്കുന്ന 1-മത്തെ ഘടകം. ഒരു AC എൻ്റെ വീട്ടിൽ ഫിറ്റ് ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ചൂടിന് ഞാൻ എൻ്റേതായ സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ പ്രകൃതിയുടെ ചൂടിനെ ഞാൻ വർദ്ധിപ്പിക്കുകയാണ്. എൻ്റെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഞാൻ വർദ്ധിപ്പിക്കുമ്പോൾ പ്രകൃതിയോട് ഞാൻ അനീതി കാണിക്കുകയാണ്. ഇവിടെ പ്രകൃതിയുടെ മധ്യസ്ഥനായ അസീസിലെ ഫ്രാൻസിസിനെ നമ്മൾ ഓർക്കുക. 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അസീസിലെ ഫ്രാൻസിസ്, 2ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസി പുണ്യവാളൻ പറഞ്ഞു, പ്രകൃതി മനുഷ്യൻ്റെ വെളിപാട് പുസ്തകമാണ്. അതുകൊണ്ട് ഈ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം. അദ്ദേഹം പറഞ്ഞു, ഒരു മരം വെട്ടിയാൽ അതിൻ്റെ അതേ വെറൈറ്റിപ്പെട്ട മറ്റൊരു വൃക്ഷത്തൈ ഞാൻ നട്ടിരിക്കണം. ഒരു വൃക്ഷത്തൈ ഞാൻ നട്ടിരിക്കണം. തള്ളപ്പക്ഷി കൂടുകൂട്ടി അടയിരിക്കുന്ന വൃക്ഷത്തിൻ്റെ കൊമ്പ് ഒരിക്കലും മുറിക്കരുത്. അദ്ദേഹം പ്രപഞ്ചത്തെ മുഴുവൻ വിളിച്ചു. സൂര്യകീർത്തനത്തിൽ സഹോദരൻ സഹോദരി, സൂര്യൻ സഹോദരൻ, ചന്ദ്രൻ സഹോദരി, വെള്ളം സഹോദരി, മരിക്കാൻ നേരത്ത് പാടി സഹോദരി മരണമേ സ്വാഗതം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നീതിമാനായ വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ നിന്ന് പെറുക്കിയെടുത്ത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ യൗസേപ്പ് പിതാവ് ഒരു മാതൃകയായിട്ട് നിൽക്കുന്നു. നമ്മോടൊക്കെ പറയുന്നു, നീതിയുടെ മനുഷ്യരാവുക. ഒരു കാരണവശാലും എൻ്റെ പ്രവൃത്തി കൊണ്ട് അനീതിയരുത്. ബ്ലേഡ് നടത്തുന്നവർ, കരിഞ്ചന്തം നടത്തുന്നവർ, പൂഴ്ത്തുവയ്പ് നടത്തുന്നവർ, പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുന്നവർ, കർഷകനെ വഞ്ചിച്ച് ഉൽപ്പന്നങ്ങൾ മേടിച്ചിട്ട് അന്യായ വിലയ്ക്ക് വിൽക്കുന്നവർ, ഇതെല്ലാം അനീതിയുടെ ലോകമാണ്. അങ്ങനെയുള്ള ലോകത്തിലാണ് പറയുക, നമ്മൾ നീതിയുടെ മനുഷ്യരാവുക, അനീതിയെ നമ്മൾ ഉപേക്ഷിക്കുക. നീതിമാനായ യോസേപ്പ് കാണിച്ച ആ നീതി ദൈവത്തോട്, മറിയത്തോട്, യേശുവിനോട്, പ്രകൃതിയോട്, മനുഷ്യവംശത്തോട് കാണിച്ച ആ നീതി, അർഹിക്കുന്നതിൽ കൂടുതൽ കൊടുക്കുന്ന ഒരു നീതി, എനിക്കുള്ളതും കൂടി എൻ്റെ ദൈവത്തെ പ്രതി വിട്ടുകൊടുത്ത് ഉപേക്ഷിക്കുന്ന ആ നീതി, ഈ നീതിയുടെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മൾ വിളിക്കുന്നു. ഈ യോസേപ്പ് പിതാവ് ഈ നീതി കാണിച്ച ഒരു പ്രത്യേക മേഖലയായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. നമ്മൾ പറയും തൊഴിലാളി. തൊഴിലാളി എന്ന് പറഞ്ഞാൽ തൊഴിലിനെ ലാളിക്കുന്നവൻ തൊഴിലാളിയും. ഏത് പണിയാണേലും ആ പണിയെ ബലപ്പെട്ടതായിട്ട് കാണുക, അത് ജോലിയുടെ വലിയ മഹത്വമാണ്. പല ആൾക്കാരും ഓർക്കും കളക്ടറായാൽ കൊള്ളാം, ഗവർണറായാൽ കൊള്ളാം, വലിയ വലിയ സ്ഥാനങ്ങളിരുന്നാൽ കൊള്ളാം. അത് തെറ്റായ ഒരു ധാരണയാണ്. ദൈവം ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ഓരോരോ ജോലി, ഓരോരോ ദൗത്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ദൗത്യത്തോട് നമ്മൾ വിശ്വസ്തത കാണിക്കുക, അതാണ് നമ്മുടെയൊക്കെ വിളി. വിശുദ്ധ യോസേപ്പ് പിതാവ് പഠിപ്പിക്കുന്ന മാതൃക അതാണ്. നെറ്റിയിലെ വീർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ പരദീസയിൽ ആദ്യ മാതാപിതാക്കളോട് ദൈവം പറഞ്ഞെങ്കിൽ അക്ഷരം പ്രതി യോസേപ്പ് പിതാവ് അത് പാലിച്ചു. ഒരു മരപ്പണിക്കാരൻ്റെ, ആശാരിപ്പണിക്കൻ്റെ പണി വിശ്വസ്തയോടെ ചെയ്തു.
നമ്മോടൊക്കെ പറയുന്നു, നൽകപ്പെട്ട സമയത്തിനുള്ളിൽ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ വിശ്വസ്തയോടെ നമ്മൾ ചെയ്യുക. പരിശുദ്ധ മാർപ്പാപ്പായെ വിളിച്ചിരിക്കുന്നത് ലോകത്തെ മുഴുവൻ വിശദീകരിക്കുവാൻ. ഒരു പിതാവിനെ, തിരുമേനിയെ വിളിച്ചിരിക്കുന്നത് സ്വന്തം രൂപതയ്ക്കുള്ളിൽ വിശദീകരണം. ഒരു വികാരിയച്ഛനെ വിളിച്ചിരിക്കുന്നത് ഇടവകയുടെ വിശദീകരണം. ഒരു കുടുംബനാഥനെയും വിളിച്ചിരിക്കുന്നത് പെരയ്ക്കകത്തെ വിശദീകരണം. ഒരമ്മയെ സംബന്ധിച്ച് അടുപ്പിൻ്റെ അവിടുത്തെ വിശദീകരണം, ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിശദീകരണം, വിളമ്പി കൊടുക്കുന്നിടത്തെ വിശദീകരണം. ഓരോരുത്തർക്കും ഓരോ പണി തന്നിട്ടുണ്ട്. അത് നമ്മൾ അഭിമാനത്തോടെ കാണുക. വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളെ വലുതായി കാണാൻ ആഗ്രഹിക്കുക. ആരാണ് മഹാത്മാക്കൾ? മഹാത്മാക്കൾ മഹത്തായ കാര്യങ്ങൾ ചെയ്തതല്ല, ചെയ്ത കാര്യങ്ങളെ മഹത്തായി കണ്ടു. അതായിരുന്നു മഹാത്മാക്കൾ. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവമേൽപ്പിക്കുന്ന ഏത് ചെറിയ കാര്യത്തെയും മഹത്തായിട്ട് കാണുക. അങ്ങനെ മഹത്തായി കണ്ട് അതിനോട് നമ്മൾ വിശ്വസ്തത പുലർത്തുക. ഇന്നെല്ലാവർക്കും ജോലിയോടും മറ്റും പുച്ഛം. ഞാൻ പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഇന്ത്യൻ രൂപ 10,000-ൽ താഴെ വരുമാനത്തിൽ ഗൾഫിൽ ജീവിക്കുന്ന പാവപ്പെട്ട പണിക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങേയറ്റം മടുത്തു കഴിയുമ്പോൾ ബാത്റൂം കഴുകുന്ന ലോഷനകത്ത് വെള്ളം ചേർത്ത് കലക്കി മദ്യമായിട്ട് കുടിച്ച് പൂസായി കിടക്കുന്ന മലയാളികളായ താന്ന പണിക്കാരെ കണ്ടിട്ടുണ്ട്. കരളും ലഭിച്ച് ശ്വാസോശവും ലഭിച്ച് അവരവിടെ കിടക്കും. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയും, അച്ഛാ വീട്ടിലേക്ക് പോകാൻ വിമാന ടിക്കറ്റ് ഇല്ല. ഞാൻ ചോദിച്ചു, എന്തിനാണ് കഷ്ടപ്പെടുന്നത്? തട്ടുകടയിൽ വന്ന് 3 മണിക്കൂർ നിന്നാൽ 300 രൂപ കിട്ടിയേലേ? ചായക്കടയിൽ പോയി എടുത്തു കൊടുക്കാൻ നിന്ന ദിവസം ഇന്ന് 500 രൂപ കിട്ടിയേലേ? ഒരു കടയിൽ പോയി പൊതിഞ്ഞു കെട്ടാൻ നിന്നാൽ പൈസ കിട്ടും. ജവിളിക്കടയിൽ പോയി ചുമ്മാ വടി പോലെ സാരിയും ചുറ്റി നിന്നാൽ 10,000 രൂപ കിട്ടും. അങ്ങനെയുള്ള ലോകത്ത് എന്തിനാണ് ഗൾഫിൽ വന്ന് കിടന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെടുക? എന്നാലും എൻ്റെ അച്ഛാ, ഗൾഫിൽ നിന്ന് വരിക എന്ന് പറഞ്ഞ് കുറച്ച് പെർഫ്യൂമും സോപ്പും ഒക്കെ ആയിട്ട് നാട്ടിലോട്ട് വരുമ്പോൾ ഒരു നല്ല ഗമയുണ്ട്. നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ എന്നാ ഗമയാച്ചാ. ഇതാണ് മലയാളിയുടെ പൊട്ട അഹങ്കാരം എന്ന് പറയും. അവിടെ ചെന്ന് ഏത് പഞ്ഞപ്പണിയും കാണിക്കും നിസ്സാര പൈസയ്ക്ക് വേണ്ടി. ഇവിടെ അതേ ജോലി ചെയ്താൽ എത്രയോ പണം സമ്പാദിക്കാം. നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ചെയ്യുന്ന അതേ ജോലികൾ അതേ മനസ്സോടെ കേരളത്തിൽ ചെയ്താൽ കേരളം യൂറോപ്പിനെ പോലെ സമ്പത്തിൽ കുതിച്ചേരും. പക്ഷെ നമുക്ക് അഭിമാനം. ഒരു റോഡിൻ്റെ കോൺട്രാക്ടറാണെന്ന വരിയിൽ നോക്കിക്കൊണ്ട് കൽപ്പിക്കും. പക്ഷെ അമേരിക്കയിലോ യൂറോപ്പിലോ ചെല്ലണം, കോൺട്രാക്റ്റും പണിക്കാരൻ്റെ കൂടെ നിന്നും ഒപ്പം പണിയും. ഇതാണ് ജോലിയുടെ അന്തസ്സെന്ന് പറയുക. ഇവിടെ ചെറിയൊരു സ്ഥാനം കിട്ടിയോ പിന്നെ വേർക്കാതെ AC-യിലിരുന്ന് നിർദ്ദേശം കൊടുക്കാൻ മാത്രമാണ് ഈ പല ഉദ്യോഗസ്ഥരുടെയും ഒക്കെ രീതി. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ തൊഴിലിൻ്റെ മാഹാത്മ്യം കാണുക. അങ്ങനെ മാഹാത്മ്യം കണ്ടുപിടിക്കുമ്പം ഓരോ വ്യക്തിക്കും ജീവിക്കാനുള്ള തുക തീർച്ചയായിട്ടും ഇന്ന് സർക്കാർ കൊടുക്കുന്നുണ്ട്. ജോലിക്കാർ എല്ലാവർക്കും അർഹിക്കുന്നതും അതിനപ്പുറവും ഇന്ന് ശമ്പളത്തിന് സ്കെയിലും മറ്റും നല്ല ഭൂരിപക്ഷം പേരിലും അങ്ങനെ വളർന്നിട്ടുണ്ട്. എങ്കിൽ പോലും കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥരെ കാണാം. ഒപ്പിടാൻ വേണ്ടി കൈക്കൂലി, ഫയൽ നീക്കാൻ വേണ്ടി കൈക്കൂലി, ഒരു കൊച്ചു കാര്യം നടത്തി കിട്ടാൻ വേണ്ടി കൈക്കൂലി മേടിക്കുന്നു. ഒരു സപ്ലൈ ഓഫീസർ ഒരിക്കൽ ഒരാളോട് പറയുകയാണ്, ഇന്നത്തെ ലോകം എന്തൊരു വഞ്ചന നിറഞ്ഞ ലോകം, മനുഷ്യനും കബളിപ്പിക്കുന്നു, തിന്മ ചെയ്യുന്നു, സത്യസന്ധത ഒട്ടുമില്ലാത്ത ലോകം. ഒരാൾ ചോദിച്ചു, എന്നാ സാറേ അങ്ങനെ പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ എനിക്ക് കൈക്കൂലി തന്ന 500 രൂപയുടെ നോട്ട് കള്ളനോട്ടായിരുന്നു. അതായിരുന്നു സപ്ലൈ ഓഫീസറുടെ ഒരു മറുപടി. ഇതാണ് നമ്മുടെയൊക്കെ ലോകമെന്ന് പറയുക. അപ്പം നമ്മൾ ജീവിക്കുന്ന ലോകം തൊഴിലിനോട് അവിശ്വസത കാണിക്കുന്ന ലോകമാണ്. ഇവിടെയാണ് യൗസേപ്പ് പിതാവ് തൊഴിലാളി മധ്യസ്ഥനായിട്ട് നിൽക്കുന്നു. എത്ര ചെറിയ ജോലിയും മഹത്തായിട്ട് കാണുവാൻ പഠിപ്പിക്കുകയാണ് വിശുദ്ധ യൗസേപ്പ്. ഒരു കൊട്ടുപടിയും ഉളിയും ചുറ്റികയും ഒക്കെയായിട്ട് ചിന്തേരും ഒക്കെയായിട്ട് നടന്നു പണി ചെയ്ത് മകനെയും ഭാര്യയെയും പോറ്റിയ യൗസേപ്പ് പിതാവ് നമ്മളോടൊക്കെ വിളിക്കുന്നു, ജോലിയിൽ അഭിമാനിക്കുക. ഏത് ചെറിയ ജോലിയാണെങ്കിലും അത് മഹത്വത്തോടെ കാണുക. ഇത്രയും മഹത്വത്തോടുകൂടി ജോലിയെ കണ്ടതുകൊണ്ട് വിശുദ്ധ യൗസേപ്പിനെ 1955 മെയ് മാസം 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ തൊഴിലാളി മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചു. 2013 മെയ് 1-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ മെയ് ദിന സന്ദേശത്തിൽ പറയുകയായിരുന്നു, യൗസേപ്പ് പിതാവ് ജോലിയോട് കാണിച്ച ആ കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹം എത്രയോ മഹത്തായിട്ട് ചെയ്ത ജോലികളെ കണ്ടു. ഇതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശം. ഇപ്പോൾ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് നമ്മളോടൊക്കെ പറയുന്നു, ചെയ്യുന്ന തൊഴിലിനോട് വിശ്വസ്തത കാണിക്കുക, അങ്ങേയറ്റം വിശ്വസ്തത കാണിക്കുക. അങ്ങനെ വിശ്വസ്തത കാണിക്കുന്നവരെയാണല്ലോ ദൈവം അനുഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ആട്ടിടയന്മാർ
ചെയ്യുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. അവരുടെ ജോലി എന്തായിരുന്നു? ചെന്നായിൽ നിന്നും ആട്ടിൻപറ്റത്തെ കാത്തുരക്ഷിക്കുന്ന ജോലി. ഉറക്കളച്ചും ആ പണി ഭംഗിയായിട്ട് ആട്ടിടയന്മാർ ചെയ്തു. അങ്ങനെ സ്വന്തം ജോലി വിശ്വസ്തയോടെ ചെയ്ത ആട്ടിടയന്മാർക്കാണ് ആദ്യമായിട്ട് ദൈവപുത്രനെ കാണുവാൻ ഭാഗ്യം ലഭിച്ചത്. ദൈവത്തെ കാണുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണോ? ദൈവത്തെ അനുഭവിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണോ? അമ്മയുടെ ജോലി വിശ്വസ്തയോടെ ചെയ്യുക. ഒരു ഭാര്യയുടെ ജോലി വിശ്വസ്തയോടെ ചെയ്യുക. അപ്പൻ്റെ ജോലി വിശ്വസ്തയോടെ ചെയ്യുക. ഒരു ഭർത്താവിൻ്റെ ജോലി വിശ്വസ്തയോടെ ചെയ്യുക. ഏതോ ഒരു ജോലി നമ്മൾ ഏൽപ്പിക്കപ്പെട്ടോ ആ ജോലിയോട് നമ്മൾ വിശ്വസ്തത പുലർത്തി കടന്നു പോവുക. അങ്ങനെ കടന്നു പോകുമ്പോൾ തൊഴിലാളി മധ്യസ്ഥനായ യൗസേപ്പിൻ്റെ ആ നന്മയും ആ മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗങ്ങളായിട്ട് മാറുന്നു. അപ്പം 2 ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇന്ന് നമ്മൾ സൂക്ഷിക്കുകയാണ്. ഒന്ന്, നീതിമാനായ യൗസേപ്പ്, ആ നീതി ചെയ്ത ജോലിയോടും കാണിച്ച യൗസേപ്പ് പിതാവ്. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് തനിക്ക് ഏൽപ്പിച്ച ജോലിയോട് പരിപൂർണ്ണ വിശ്വസ്തത കാണിച്ച് നന്മയിൽ വ്യാപരിച്ച് ജോലിയെ സ്നേഹിച്ച വിശുദ്ധനായ യൗസേപ്പിനെ നമ്മൾ ഇന്ന് കാണുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണത്തിരുനാളിന് നമ്മൾ അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുവാൻ വിശുദ്ധ യൗസേപ്പ് നമ്മളെ വിളിക്കുന്നു. ഏതെങ്കിലും മേഖലയിൽ അനീതി കാണിച്ച ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എൻ്റെ മക്കളിലൂടെ, എൻ്റെ തലമുറകളിലൂടെ കുടുംബത്തിൽ ഒരു ശാപം വരും. ഞാൻ നന്നായിട്ട് നീതി ജീവിച്ച മനുഷ്യനാണോ? യൗസേപ്പ് പിതാവിന് ഈശോയിലൂടെ വലിയ സന്തോഷം അനുഭവിക്കാൻ പറ്റിയതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും മക്കളിലൂടെ, തലമുറകളിലൂടെ നന്മ അനുഭവിക്കുവാനും ഭാഗ്യം അനുഭവിക്കുവാനും നമുക്കൊക്കെ കഴിയും. നമ്മൾ പിറന്നു വീണ ലോകത്ത് ഏതാനും കുറവുകളും പോരായ്മകളും ഉണ്ട്. ആ കുറവുള്ള ലോകത്തെ നമ്മുടെ നീതിപൂർവമായ ജീവിതവും കഠിനാധ്വാനവും വഴി അല്പം കൂടെ മെച്ചപ്പെടുത്തുക. മത്തായി ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ പറമ്പിൽ പച്ചക്കറിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. ആൾക്കാർ പറഞ്ഞു, മത്തായി ചേട്ടൻ്റെ പച്ചക്കറിത്തോട്ടം എന്നാ നല്ല പച്ചക്കറിത്തോട്ടമാ. ദൈവവും മത്തായിയും കൂടെ കൂടിയപ്പം ഒന്നാന്തരം പച്ചക്കറിത്തോട്ടം ഉണ്ടായി. വീണ്ടും പറഞ്ഞു, മത്തായി ചേട്ടൻ്റെ തെങ്ങും തോട്ടം എന്ത് നല്ല തോട്ടമാണ്. ദൈവവും മത്തായിയും കൂടെ കൂടിയപ്പം ഒന്നാന്തരം തെങ്ങും തോട്ടം ഉണ്ടായി. ദൈവവും മത്തായിയും കൂടിയപ്പം ഒന്നാന്തരം നെൽവയലുണ്ടായി. ദൈവവും മത്തായിയും കൂടിയപ്പോൾ ഒന്നാന്തരം കപ്പത്തോട്ടം ഉണ്ടായി. ഉടനെ മത്തായി പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷേ ഇത് ദൈവത്തിൻ്റെ കയ്യിൽ ഇരുന്നപ്പം ഈ മണ്ണിൻ്റെ ഷേപ്പ് ഒന്ന് കാണണമായിരുന്നു. എൻ്റെ കിട്ടിയപ്പോഴാണ് ഈ ഷേപ്പൊക്കെ ആയിട്ട് മാറിയത്. ദൈവം ഏൽപ്പിച്ച വികലമായ ലോകമാകാം. ആ ലോകത്തിൽ എൻ്റെ വിയർപ്പ് കൊണ്ടും എൻ്റെ അധ്വാന ഫലം കൊണ്ടും ആ ലോകത്തെ അല്പം കൂടെ മെച്ചപ്പെടുത്താൻ ദൈവം വിളിക്കുന്നു. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കുവാൻ ആദിപിതാവിനോടും ആദിമാതാവിനോടും ദൈവം ഏതൻ തോട്ടത്തിൽ പറഞ്ഞെങ്കിൽ ആ ദൈവത്തിൻ്റെ കൽപ്പന നമുക്കും ശിരസ വഹിക്കാം. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിച്ച് നീതിയിൽ ജീവിച്ച് തൊഴിലിൽ മാഹാത്മ്യം കണ്ടെത്തി വിശുദ്ധ യൗസേപ്പിനെ പോലെ മഹത്വമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അല്പസമയം നമ്മൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. നല്ലവനും കരുണാവാരിധിയുമായ ദൈവമേ, നീ എനിക്ക് തന്ന ഈ ലോക ജീവിതം, ഈ ജീവിതത്തിൽ തൊഴിലിനെ സ്നേഹിക്കുന്ന, അധ്വാനത്തെ സ്നേഹിക്കുന്ന, ഏതൊരു പണിയെയും സ്നേഹിക്കുന്ന നല്ല വ്യക്തികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവ് ചെയ്യുന്ന പണിയോട് വിശ്വസ്തത കാണിച്ചു, ഏറ്റ തൊഴിലിനോട് വിശ്വസ്തത കാണിച്ചു. അതുപോലെ ഏൽപ്പിക്കപ്പെട്ട ജോലികളോട്, ചെയ്യുന്ന തൊഴിലിനോട് പരിപൂർണ വിശ്വസ്തത കാണിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. വിശുദ്ധ യൗസേപ്പ് നീതിമാനായിരുന്നു. നീതിമാനായ യൗസേപ്പിനെ പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രായമായ മാതാപിതാക്കളോടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും ജീവിത പങ്കാളിയോടും വിശ്വസ്തത പുലർത്തുവാൻ, ദൈവം തന്ന ജീവിതത്തിൽ ദൈവത്തോട് നീതി കാണിക്കുവാൻ, ദൈവം തന്ന സമൂഹത്തിൽ മനുഷ്യരോട് നീതി കാണിക്കുവാൻ, ദൈവം തന്ന ജന്മത്തിൽ ഞാനെന്ന വ്യക്തിയോട് തന്നെ നന്മ കാണിക്കുവാൻ, നീതി കാണിക്കുവാൻ, ഈ പ്രപഞ്ചത്തോട് മുഴുവൻ നീതിയിൽ അനുവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. വിശുദ്ധ യൗസേപ്പിൻ്റെ സ്വർഗീയ മധ്യസ്ഥത ഞങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.